എൻഫോഴ്സ്മെന്റുകാരെ വഴിയിൽ തടഞ്ഞിട്ടൊന്നും ആർക്കും കേസ് ജയിക്കാൻ പറ്റുകയില്ല. അവര് രണ്ടും കൽപ്പിച്ചാണ് വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞ ദിവസം, അതായത് ചൊവ്വാഴ്ച രാവിലെ 10:30 മണിക്കാണ് ഹൈക്കോടതിയുടെ വിധി വരുന്നത്. 10:15 ഹൈക്കോടതി തുറക്കുന്നത്. 10:15 വിധി പറഞ്ഞു വിചാരിക്കാം. അതിന്റെ വിധിപ്പാർപ്പ് കിട്ടുന്ന സമയത്ത് തന്നെ ആ എൻഫോഴ്സ്മെന്റുകാരോട് ഒരുക്കം തുടങ്ങി. ഒരുപക്ഷെ അവർ ഈ രീതിയിലുള്ള ഒരു വിധി നേരത്തെ പ്രതീക്ഷിച്ചു കാണും. അതിനുവേണ്ട എല്ലാ സ്പീഡ് വർക്കും നടത്തി 12 കേന്ദ്രങ്ങളിൽ ബുധനാഴ്ച പുലർച്ചെ കോഴി പോകുന്നതിന് മുമ്പ് തന്നെ പരിശോധന തുടങ്ങി. അതിന്റെ അർത്ഥം എന്താണ്? അവര് മുൻകൂട്ടി തയ്യാറായിരിക്കുക, വിധി വരലും പ്രവർത്തിച്ചു തുടങ്ങി. അപ്പൊ അത്രയും സുസജ്ജമായിട്ടുള്ള ഒരു ഏജൻസിയോടാണ് നമ്മുടെ ഇവിടുത്തെ സഖാക്കൾ വഴിയിൽ കിടന്ന് വഴക്കുണ്ടാക്കുന്നത്. ഇങ്ങനെ ഒരു വഴക്കുണ്ടാക്കിയാൽ എൻഫോഴ്സ്മെന്റുകാർ പേടിച്ച് മാളത്തിന് ഒളിക്കുമെന്നോ അല്ലെങ്കിൽ ഇവരുടെ തിണ്ണമെടുക്ക് കണ്ട് ഡൽഹിക്ക് വിമാനം കയറുമെന്നൊന്നും ആരും വിചാരിക്കുന്നില്ല. വിചാരിച്ചിട്ട് കാര്യമില്ല. ഇതിനേക്കാളൊക്കെ കൊമ്പന്മാരെ പൂട്ടിയിട്ടുള്ള സംവിധാനമാണ് എൻഫോഴ്സ്മെന്റ്. അത് രാഷ്ട്രീയ പ്രേരിതമാണല്ലോ എന്നുള്ള വേറെ കാര്യം. ഏതായാലും അവർ ചെറിയ കളിക്കാരല്ല എന്ന് ഇതിൽ തന്നെ വ്യക്തമായിരുന്നു. നേരത്തെ ഈ ദേശീയ അന്വേഷണ ഏജൻസി നമ്മുടെ നാട്ടിലെ പോപ്പുലർ ഫ്രണ്ടുകാരെ അറസ്റ്റ് ചെയ്ത അതേ മാതൃകയിലാണ് ഈ പരിപാടി നടത്തിയിട്ടുള്ളത് എന്ന് നമുക്കൊന്ന് ആലോചിച്ചാൽ മനസ്സിലാവും. അപ്പോൾ നിയമപരമായിട്ടുള്ള വിഷയം അവിടെ നിൽക്കട്ടെ. അതിനിപ്പോൾ കോടതിയിൽ പോയി ഏത് കാലത്ത് തെളിഞ്ഞു പറയാനാണ്? തെളിയില്ലോ അതൊക്കെ വേറെ കാര്യം. നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് ഒരു പ്രവചനം നടത്തുന്നതിന് യാതൊരു അർത്ഥമില്ല. കാരണം ഈ നിയമപരമായ കാര്യങ്ങളിൽ പ്രവചനത്തിന് യാതൊരു പ്രസക്തിയില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല കോടതിയിൽ വിധിക്കും. ഇവിടുത്തെ വിഷയം രാഷ്ട്രീയമാണ്. രാഷ്ട്രീയമായതുകൊണ്ടാണല്ലോ സഖാക്കൾ വഴിയിലൊന്ന് സമരം. ഇപ്പൊ CPM പാർട്ടിയെ സ്നേഹിക്കുന്ന ആളുകൾ പറയുന്ന ഒരു കാര്യം, അവർ അവകാശപ്പെടുന്ന കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടായി. ഇവരുടെ പ്രതിച്ഛായക്കും മുഖച്ഛായക്കും വലിയ ക്ഷീണം പറ്റിയിരിക്കുന്നു. പ്രത്യേകിച്ച് പിണറായി സഖാക്ക് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റികൾ ഈ വിഷയം ചർച്ച ചെയ്തു. അതുപോലെ ഇനി താഴേക്കിടയിലുള്ള കമ്മിറ്റികളൊക്കെ ചർച്ച ചെയ്തു. സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ഒരു റൗണ്ട് ചർച്ച കഴിഞ്ഞു. CPIയുടെ ഇതുപോലുള്ള ചർച്ചകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സ്ഥലത്തുനിന്നും പൊതുവെ ഉയർന്നു വരുന്ന വികാരം എന്താ വെച്ചാൽ ഇദ്ദേഹത്തിന്റെ ഒരാളുടെ കൊണ്ടുവരായ്മ കൊണ്ടാണ് പാർട്ടി തോറ്റുപോയത്. പുള്ളിയുടെ അഹങ്കാരം, ധാർഷ്ട്യം, ധിക്കാരം, ജനങ്ങളോടുള്ള മോശം പെരുമാറ്റം, വീട്ടിൽ പോയി ചോദിക്കുക എന്ന് പറഞ്ഞ രീതിയിലുള്ള മറുപടികൾ, അതുപോലെയുള്ള എന്താണ് അദ്ദേഹത്തിന്റെ കന്നം തിരിവുകൊണ്ടാണ് പാർട്ടിക്കും മുന്നണിക്കും വലിയ തിരിച്ചടി ഉണ്ടായത്. ഭരണം അത്ര മോശമൊന്നുമായിരുന്നില്ല, എന്നാലും തോറ്റുപോയി എന്ന രീതിയിലുള്ള ഒരു ഫീഡ്ബാക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ആ പറഞ്ഞതിൽ വലിയ കാര്യമൊന്നുമില്ല. അദ്ദേഹത്തിന്റെ ധാർഷ്ട്യവും ധിക്കാരവും ജനങ്ങളോടുള്ള പെരുമാറ്റവും ഒക്കെ അന്യത ഉറപ്പായിരുന്ന തോൽവിക്ക് അല്പം കൂടി ആക്കം കൂട്ടി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതവർ സമ്മതിക്കില്ലല്ലോ. നമുക്കൊരു തെറ്റുപറ്റിയെന്ന് ഒരാൾ സമ്മതിക്കില്ല. മറ്റൊരാളുടെ മേലിൽ ചാർത്താനും ആയിരിക്കും ആളുകൾക്ക് താല്പര്യം. ഏതായാലും ഇങ്ങനൊരു അഭിപ്രായം ശക്തമായി നിന്ന സമയത്താണ് ഇവിടെ എൻഫോഴ്സ്മെന്റ് റെയ്ഡ് ഉണ്ടായത്. അതോടുകൂടി പാർട്ടിയുടെ അണികളും അനുഭാവികളും അനുയായികളും സഹയാത്രികരും ഇടതുപക്ഷ പ്രസ്ഥാനത്തെ മാറോട് ചേർത്ത് പിടിച്ചിട്ടുള്ള ആളുകളെല്ലാവരും ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും തൂത്തുമാറ്റി ഒറ്റക്കെട്ടായി. അങ്ങനെ പാർട്ടി വീണ്ടും സമരസജ്ജമായി എന്നാണ് ഇവർ പറയുന്നത്. സത്യം പറഞ്ഞാൽ അതിൽ വലിയ കാര്യമൊന്നുമില്ല. പാർട്ടിക്ക് വേണ്ടി ജയ് വിളിക്കാൻ പോകുന്നവരും പാർട്ടിക്ക് വേണ്ടി ഇതുപോലെ ഗുണ്ടായിസം കാണിക്കാൻ പോകുന്നവരായ കുറച്ച് പേർക്ക് മാത്രമേ ഇതുകൊണ്ട് രോമാഞ്ചം ഉണ്ടായിട്ടുള്ളൂ. ഇവിടുത്തെ പ്രശ്നം എന്താ വെച്ചാൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോൽക്കാരുടെ പല സാഹചര്യങ്ങളുണ്ട്. ഒരു സാഹചര്യം കൊണ്ട് മാത്രമല്ല തോറ്റ. അതിൽ ഒരു പ്രധാനമായ സാഹചര്യം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിക്കും മകൾക്കും എതിരായിട്ട് ഉയർന്നു വന്ന ഈ മാസപ്പടി കേസാണ്. കേരളത്തിലെ എത്രയോ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ലേ? EMS നമ്പൂതിരിപ്പാടായിട്ട്, അച്യുതമേനോൻ ഉണ്ടായിട്ട്, അത് കഴിഞ്ഞ് PK വാസുദേവൻ നായർ ഉണ്ടായിട്ട്, സഖാവ് EK നായനാർ 3 തവണ മുഖ്യമന്ത്രി, പിന്നെ VS അച്യുതാനന്ദൻ, ഇത്തരം പേരൊക്കെ മുഖ്യമന്ത്രിമാരായിരുന്നിട്ട് ഇവരുടെ ആരുടെയും വീട്ടിൽ എൻഫോഴ്സ്മെന്റുകാർ വന്നിട്ടില്ല, ഇൻകം ടാക്സുകാർ വന്നിട്ടില്ല. അവരുടെ ആരുടെ മക്കൾ മാസപ്പടി വാങ്ങിച്ചു എന്നൊരു ആരോപണം ഇതുവരെ ആരും ഉന്നയിച്ചിട്ടില്ല. ഏറ്റവും രാഷ്ട്രീയ വിരോധമുള്ള ആളുകൾ പോലും ഉന്നയിച്ചിട്ടില്ല. അപ്പൊ അത് എന്തുകൊണ്ടുണ്ടായില്ല, അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ടുണ്ടായി എന്നാലോചിക്കട്ടെ. ഇപ്പൊ മാർക്സിസ്റ്റ് പാർട്ടിയിൽ തന്നെ എന്തുമാത്രം നേതാക്കന്മാർ വേറെ ഉണ്ട്. തോമസ് ഐസക്കിന്റെ വീട്ടിൽ ED വന്നു, MA ബേയുടെ വീട്ടിൽ വന്നു, G സുധാകരന്റെ വീട്ടിൽ വന്നു, ആരുടെങ്കിലും വീട്ടിൽ വന്നു. പിന്നെ വന്നത് നമ്മുടെ മൊയ്തീൻ മുതലായ കരുവന്നൂർ കോപ്പറേറ്റീവ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ വീട്ടിൽ വന്നു. ഇനി ഒരു പക്ഷേ ശബരിമല കേസുമായി ബന്ധപ്പെട്ടും കുറച്ചുപേരുടെയൊക്കെ വീട്ടിൽ വന്നേക്കാം. പക്ഷെ ഇതുപോലെ എൻഫോഴ്സ്മെന്റുകാർ ഒരു കേസിന് മുമ്പ് ഉണ്ടായിട്ടില്ല. ഇതുപോലെ മാസപ്പടി പോലെ ഒരു കേസ് പണ്ട് നമ്മുടെ കല്ലുവാതുക്കൽ താത്തയുമായി ബന്ധപ്പെട്ട ആ കേസിലുണ്ടായിട്ട് മാസപ്പടി വാങ്ങിച്ചു, യമഹ സുരേന്ദ്രൻ എന്നൊക്കെ ഓർക്കല്ലേ. അതുപോലെയൊക്കെ ഉണ്ടായിട്ട് എന്നുള്ളതല്ലാതെ ഇതുപോലെ ഒരു വിവാദം, ഇതുപോലെ അപവാദം പാർട്ടിയെ ബാധിച്ചിട്ടില്ല. അപ്പൊ ഈ ഒരു ഘടകം തെരഞ്ഞെടുപ്പിൽ നിർണായകമായിരുന്നു. CPMന്റെ പരാജയത്തിലേക്ക് നയിച്ച, അല്ലെങ്കിൽ പിണറായി വിജയന്റെ ഭൂരിപക്ഷം കുത്തനെ കുറയാൻ ഇടയാക്കിയ പല ഘടകങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഘടകം ഈ വീണ തൈക്കണ്ടിയുടെ മാസപ്പടി കേസായിരുന്നു.
അന്ന് അതൊരു ആശങ്കയായിട്ട് അല്ലെങ്കിൽ ഒരു സംശയമായിട്ട് ഒരു ആരോപണമായിട്ട് നിന്നാണെങ്കിൽ ഇപ്പൊ അതിന് വ്യക്തത കൈവന്നു. ഹൈക്കോടതിയിലെ നിർദ്ദേശിച്ച് അന്വേഷിച്ചോളെ. ഇതിന് എൻഫോഴ്സ്മെന്റ് അന്വേഷിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല, അതുകൊണ്ട് അന്വേഷണം തുടരട്ടെ എന്ന് ഹൈക്കോടതിയാണ് ഉത്തരവിട്ടത്. അല്ലാതെ വി ഡി സതീശനോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയോ സണ്ണി ജോസഫോ ഒന്നുമല്ല, അവർക്കൊന്നും യാതൊരു പങ്കുമില്ല. അപ്പൊ ഇങ്ങനെ ഒരു പരിതസ്ഥിതിയിലാണ് ഇപ്പൊ കാര്യങ്ങൾ നിൽക്കുന്നത്. അതിന് ഈ അവരവന്റെ മുഖം ചീത്തതിന് കണ്ണാടി തല്ലി പൊടിച്ചിട്ട് വല്ല കാര്യമുണ്ട്. കുറെ SFIക്കാരെ DYFIക്കാരെ CITUക്കാരെയൊക്കെ വഴിയിറക്കി അവരെ തല്ലി പഠിച്ചു കൊടുക്കാത്തല്ലാണ്ട് വല്ല പ്രയോജനമുണ്ടോ? ഇതിപ്പോ പോലീസ് സംയമനം പാലിച്ചുകൊണ്ടാണ് ഇവിടെ നിന്നത്. സഖാവ് സ്വരാജിന്റെ പ്രസംഗം ഞാൻ കേട്ടു. സത്യം പറഞ്ഞാൽ എന്റെ രണ്ട് പ്രതികരണമുണ്ട്. ശ്രീ ജയശങ്കർ, ഇന്ത്യയെ ആരും ആക്രമിച്ചിട്ടില്ല, അക്രമം ഇങ്ങനെയൊന്നുമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളണം. കണ്ണിൽ തറച്ച ചില്ലുമായി പ്രാണരക്ഷാർത്ഥം വാഹനം ഓടിച്ച് തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ കയറിയതുകൊണ്ടാണ് ആ ഡ്രൈവർ VD ഉദ്യോഗസ്ഥൻ രക്ഷപ്പെട്ടത്. അതിനെയാണ് ഞങ്ങളുടെ അക്രമം ഇങ്ങനെയല്ല, ഇതൊരു ഔദാര്യമാണെന്ന് ഒരു മടിയുമില്ലാതെ പൊതുമധ്യത്തിൽ വിളിച്ചു പറയുന്നത്. അല്ല, അദ്ദേഹം പറഞ്ഞതിൽ വലിയൊരു സത്യമുണ്ട്. കാരണം CPMന്റെ അക്രമം വെച്ച് ഈ രീതിയിലൊന്നും അല്ല. സുരേഷ് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന KSRTC ബസ്സിന്റെ അകത്ത് കണ്ടക്ടറും ഡ്രൈവറും യാത്രക്കാരും അടക്കം. അന്ന് KSRTC ബസ്സിന് ആ പുറകിലെ ഡോർ മാത്രം, ഫ്രണ്ടിലെ ഡോറില്ല, അതിപ്പോഴും ഇല്ല. ആ വാഹനത്തിന്റെ അകത്ത് KSRTC ബസ്സിനകത്ത് പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. 4 പേരെ അതിൻ്റെ അകത്ത് വെന്തു മരിച്ചു. ഒരുപാട് പേർക്ക് പരിക്ക് പറ്റി, പൊള്ളലേറ്റു. അതൊക്കെയാണ് CPMന്റെ ഒരു സാധാരണ അവരുടെ നിലവാരത്തിലുള്ള അക്രമം എന്ന് പറയുന്നത്. അതുപോലൊരു അക്രമമായിട്ട് പാർട്ടി അംഗീകരിച്ചിട്ടില്ല. അതുപോലെ പാർട്ടി വിട്ടുപോയ TP ചന്ദ്രശേഖരനെ 51 വെട്ട് വെട്ടിക്കൊന്നു. ഒരാളെ കൊല്ലാനാണെങ്കിൽ 51 വെട്ടിന്റെ ആവശ്യമില്ല, 1-2 വെട്ടിന്റെ ആവശ്യമുള്ളൂ. അപ്പൊ എന്തുകൊണ്ടാണ് ഒരാളുടെ മുഖത്ത് മാത്രം 51 വെട്ടുപെട്ടിയത് എന്ന് ചോദിച്ചാൽ അതാണ് CPMന്റെ ഒരു സ്റ്റൈൽ, അതാണ് പാർട്ടിയുടെ ഒരു സാധാരണ രീതി. അത് വെച്ച് നോക്കുമ്പോൾ ഇന്നലെ നടന്ന അക്രമം ഒരു അക്രമമേ അല്ല എന്ന് നമുക്ക് മനസ്സിലാവില്ല. സ്വരാജ് പറഞ്ഞത് ശരിയാണ്. പാർട്ടിയുടെ നിലവാരത്തിലുള്ള അക്രമം എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല. അതുപോലും പാർട്ടിക്ക് ഒരു അക്രമമായിട്ട് തോന്നുന്നില്ല. അതൊക്കെ സമാധാന പ്രവർത്തനമാണ്. CPMകാർ ചെയ്യുന്നതൊക്കെ സമാധാനപരമാണ്. CH മുഹമ്മദ് കോയ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ബസ് കത്തിക്കൽ സംഭവം ഉണ്ടായ സമയത്ത് നിയമസഭയിൽ നടത്തിയൊരു പ്രസംഗമുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് CPMകാർ വളരെ സമാധാനപരമായിട്ട് പോലീസിനെ കല്ലെറിയുകയും സമാധാനപരമായിട്ട് ആളുകളുടെ മുഖത്ത് ആസിഡ് ബൾബ് ഒഴിക്കുകയും സമാധാനപരമായിട്ട് ട്രാൻസ്പോർട്ട് ബസ്സിന് അള്ളുവെക്കുകയും ചെയ്യുമ്പോൾ പോലീസുകാർ സമാധാനപരമായിട്ട് ലാത്തി വീശി അതിൽ ചിലർക്ക് പരിക്ക് പറ്റി എന്നതാണ്. അപ്പൊ ആ രീതിയിലുള്ള സമാധാന പ്രവർത്തനത്തിലാണ് ഇവർ വിശ്വസിക്കുന്നത്. അവർ അള്ളുവെക്കുന്നത് സമാധാനമാണ്, അവർ ആസിഡ് ബൾബ് ഒഴിക്കുന്നത് എറിയുന്നത് സമാധാനമാണ്, അവർ കത്തിക്കുത്ത് നടത്തുന്നത് സമാധാനമാണ്, അവർ 51 വെട്ടുവിട്ടുന്നത് അവർക്ക് സമാധാനമാണ്. നമുക്ക് ചെറിയ അസമാധാനം തോന്നും, അത്രേ ഉള്ളൂ. അപ്പൊ ഇത് സത്യം പറഞ്ഞാൽ ഒരു വരാൻ പോകുന്ന 5 കൊല്ലം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ ജനകീയ ഉത്സവത്തിന്റെ കേളികൂട്ടാണ് തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം SFIക്കാരുടെ സമരമായിട്ടും ഇന്നലെ സഖാക്കളുടെ സമരമായിട്ടും കണ്ടത്. ഇനി അങ്ങോട്ട് സഖാക്കന്മാരുടെ പുറവും പോലീസിന്റെ കൈയും തമ്മിലൊരു വലിയ മത്സരമാണ് നടക്കാൻ പോകുന്നത്. ആരെ തോൽപ്പിക്കും എന്ന കാര്യത്തിൽ വെറുതെ വഴി നടക്കുന്ന കുറെ ചെറുപ്പക്കാരെ റോട്ടിലിറക്കി തല്ലുകൊള്ളിക്കാനുള്ള പരിപാടിയുടെ തുടക്കമാണിത്. നേതാക്കന്മാർക്ക് ആർക്കും തല്ലുകൊള്ളുകയില്ല. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, രാജ്യസഭാ മെമ്പർ സഖാവ് ഡബിള റഹീം SFIക്കാരുടെ മുമ്പിൽ ഇതുപോലെ വലിയ പ്രകോപനപരമായ പ്രസംഗം നടത്തി. പോലീസ് ലാത്തി വീശി ഇപ്പോൾ റഹീമിന്റെ പൊടി പോലും കണ്ടില്ല. അദ്ദേഹം ഏത് വഴിക്ക് പോയെന്ന് ആർക്കും അറിയില്ല. പുള്ളി ഇത്ര നാളിൽ ഉട്ടാപ്പിന്ന് വിളിച്ചിരുന്നത്, പുള്ളി സത്യത്തിൽ ഒരു മായാവിയാണ്, പെട്ടെന്ന് മാഞ്ഞുപോയി. അടി കഴിഞ്ഞപ്പോൾ പുള്ളി കൃത്യമായിട്ട് രംഗത്ത് വരികയും വീണ്ടും വലിയ വീരവാദം പറയുകയും ചെയ്തു. ഇതാണ് സഖാക്കൻ നേതാക്കന്മാരുടെ രീതി. നാട്ടുകാരുടെ കാര്യം വലിയ കഷ്ടപ്പാടാണ്. പാവപ്പെട്ടവര് തല്ലുകൊണ്ട് അവരുടെ പുറം പൊളിക്കും. ഇതാണ് നടക്കാൻ പോകുന്നത്. ഇനി 5 കൊല്ലത്തേക്ക് ഇതായിരിക്കും, യാതൊരു സംശയവും വേണ്ട. സഖാക്കന്മാര് അടിയുടെ ഈ അക്രമത്തിന്റെ ഒരു കേളികൂട്ടാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. ഇനി ഫുൾ മേജർ സെറ്റ് കഥകളി തുടങ്ങാൻ പോകുന്നു.